ഇന്ന് ഗുരുവായൂർ ഉത്സവത്തിലെ 8ാം ദിവസമാണ് കേട്ടോ. ഇനി വെറും 2 ദിവസമേ ഉള്ളൂ ഉത്സവം കഴിയാൻ വേണ്ടിയിട്ട്. നാളെ പള്ളിവേട്ടയാണ്, അത് കഴിഞ്ഞാൽ ആറാട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഇതേക്കുന്ന ഈ ഒരു ധാവണിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്ന് ലിങ്ക് ആരും ചോദിക്കരുത്, ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അമ്പലത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് മോരുകൂട്ടാനും ചോറും പപ്പടവും കൂട്ടി കഴിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണ് നമ്മൾ തൊഴുത് വരിക എന്നൊന്നും അറിയില്ല, കാരണം ഇപ്പോൾ ഉത്സവം തുടങ്ങിയിട്ട് വീട്ടിലെത്തുമ്പോൾ 1 മണി 1:30 ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഉത്സവത്തിൻ്റെ സമയത്തും ഇവിടെ പുഷ്പോത്സവം ഉണ്ടാവാറുണ്ട്. പിന്നെ സ്റ്റോൾസൊക്കെ വളരെ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അഡൾട്ടിന് 16, കിഡ്സിന് 30 ആണ് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതാ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഇവിടെ 2 ടൈപ്പ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് എവിടെ നോക്കിയാലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. ഫുൾ ലൈറ്റാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഓരോ ദിവസം കൂടുന്തോറും തിരക്ക് കൂടി വരികയാണ് കേട്ടോ. ഇന്നതാണെങ്കിൽ നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെയും നമുക്ക് ഉള്ളിലായിരുന്നു തിരക്കുന്നുണ്ടായിരുന്നത് അമ്പലത്തിൻ്റെ. പക്ഷെ ഇപ്പോൾ പുറത്തും ഭയങ്കര തിരക്കാണ്. ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല, തൊട്ടപ്പുറത്തുള്ള സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് നമ്മളിതാ പടിഞ്ഞാറ നടയിലേക്ക് പോകാൻ കേട്ടോ. ഇനി ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് ഉള്ളിൽ കയറി പഴുക്കാമണ്ഡപം തൊഴണം. നല്ല സുഖമായിട്ട് തന്നെ തൊഴാൻ പറ്റിയിട്ട്, നല്ല തിരക്കുണ്ട് എന്നാലും നമുക്ക് സുഖമായിട്ട് തന്നെ തൊഴാൻ പറ്റി. അതിനുശേഷം കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മൾ സ്കൂട്ടിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ബ്ലോക്ക് ആയ കാരണം സ്കൂട്ടി കുറച്ച് ലോങ്ങിലാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. പോണ വഴിയിൽ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.